ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, വിയോജിപ്പോടാണെങ്കിലും നിന്റെ ആ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഏത് കോളേജാണെന്ന് പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ അവിടെ തന്നെ ചേർക്കാം. ഏത് കോളേജിൽ ചേർന്നാലും അത് ഞാൻ അറിഞ്ഞുകൊണ്ട് മാത്രം നീ ചേർന്നാൽ മതി. ഏതെങ്കിലും കോളേജിൽ ചേർന്ന് പഠിക്കാനല്ല ഞാൻ ഇതുവരെ നിന്നെ പഠിപ്പിച്ചത്. ടി.സി വാങ്ങാൻ ഞാൻ കോളേജിലേക്ക് വരാം. നിനക്ക് എപ്പോഴാണ് സൗകര്യമെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ പോയാലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇന്ന് വേണ്ടമ്മേ, ആരോമിലൊക്കെ വന്നിട്ടുണ്ട്, പിന്നീട് ഒരു ദിവസം പോവാമെന്ന് പറയാണ് അർച്ചന. അപ്പോൾ ശരി, നീ വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്. അതെ, ഇതുവരെ ഓരോ പരീക്ഷയ്ക്കും ഇവൾ വാങ്ങിച്ച മാർക്കിൽ നിന്നും ഒരു മാർക്ക് പോലും കുറയാൻ പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. ഇതിനുശേഷം വിജയ് ശങ്കറും ചന്ദ്രയും സംസാരിക്കുകയാണ്. വിജയ് ശങ്കർ അങ്ങനെ പറയുന്നുണ്ട്, അർച്ചനയുടെ ഈ വരവിന് പിന്നിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട്, അല്ലാതെ ഇപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല. അതെന്താണെന്ന് അറിയണമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളറിയാത്ത എന്തൊരു രഹസ്യം ചിന്നുവിനോട് പറയാനാണ് അവൾ വന്നത്. ചിന്നുവിന്റെ കോളേജ് മാറാൻ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. പെട്ടെന്നൊരു ദിവസം വന്ന് അവൾ അങ്ങനെ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നിൽ എന്തോ ഉണ്ട്. നിങ്ങളുടെ വക്കീൽ ബുദ്ധിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അവളുടെ ലക്ഷ്യം ചിലപ്പോൾ ഏതെങ്കിലും ദൂരെയുള്ള കോളേജിൽ കൊണ്ടുപോയി ചിന്നുവിനെ ചേർക്കാനായിരിക്കും. പിന്നീട് അവൾക്കും ചിന്നുവിന്റെ കൂടെ നിൽക്കാലോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു, എന്നാ പിന്നെ രണ്ട് ശല്യങ്ങളും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ജയശങ്കർ വീണ്ടും പറയുന്നുണ്ട്, അതാണ് അവളുടെ പ്ലാൻ എങ്കിൽ ഒരിക്കലും നടക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല. തന്നെ ബെറ്ററായ ഒരു കോളേജിൽ ചിന്നുവിനെ അഡ്മിഷൻ എടുക്കണം. ഒട്ടും വൈകിക്കാൻ പാടില്ല, ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കണം. ചിന്നുവിനെയും കൊണ്ട് അവൾ സ്ഥലം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അച്ഛന ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ രണ്ട് ചുവടെങ്കിലും മുന്നോട്ട് വെക്കണം, അല്ലെങ്കിൽ അച്ഛന ജയിക്കും, അത് പാടില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയാണ്. പിന്നീട് അർച്ചന ചന്ദ്രകാന്തത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴി അൺഎക്സ്പെക്റ്റഡ് ആയി JK കാണുകയാണ്. അങ്ങനെ അർച്ചനയും JKയും വഴിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. JK അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ കോടതിയിൽ പോയില്ലേ, ഈ വഴിയിലൂടെ കണ്ടതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ചിന്നുവിനെ കാണാൻ പോയിട്ട് വരികയാണെന്ന് പറയാണ്. JK അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിജയ് ശങ്കറിന്റെ വീട്ടിൽ നിന്ന് ചിന്നു ഇതുവരെ വന്നില്ലേ? അച്ഛൻ വീട് മോൾക്ക് പിടിച്ചെന്ന് തോന്നുന്നുവല്ലോ, ചിന്നുപ്പ് എന്നെ വിളിക്കാറേ ഇല്ല, കാര്യങ്ങൾ എന്തെങ്കിലും മോള് ചോദിച്ചോ എന്നങ്ങനെ JK ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇപ്പൊ അവൾക്ക് അവിടെ കൂട്ടുകൂടാൻ കുട്ടികളുണ്ട്, പിന്നെ അവൾ JKയെ കുറിച്ചൊന്നും ചോദിച്ചില്ല എന്ന് അർച്ചന അങ്ങനെ പറയാണ്. അത് കേട്ട് JKക്ക് ഒരു വിഷമാവാണ്. എന്നാൽ അർച്ചനയും JKയും സംസാരിച്ചു നിൽക്കുന്നതെല്ലാം മറഞ്ഞു നിന്ന് വിജയ് ശങ്കർ കാണുന്നുണ്ട്. അർച്ചന എന്നിട്ട് JKയോട് ടീച്ചർക്ക് എന്താ സുഖല്ലേ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഭക്തി കൂടിപ്പോയിരിക്കുകയാണെന്ന് പറയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ ഇവർക്ക് എന്താണ് ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അർച്ചന അങ്ങനെ JKയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, വിരോധമില്ലെങ്കിൽ നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോവാമെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ വേണ്ട, തിരക്കുണ്ട്, പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞ് JKയോട് യാത്ര പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് JKയും അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ വിജയ് ശങ്കർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് JKയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താ JKക്ക് ഒരു ദിവസം പോലും അർച്ചനയെ കാണാതിരിക്കാൻ വയ്യ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എന്താ വിജയ് ശങ്കർ നിങ്ങൾ ഈ പറയുന്നത്, അയാളെ ഞാൻ യാദൃശ്ചികമായി കണ്ടതാണ്, നിങ്ങൾ സീനിയർ അഡ്വക്കേറ്റ് അല്ലേ, അതിന്റെ ഒരു പക്വത കാണിക്കേ, അയാൾക്കിപ്പോഴും ഞങ്ങളെ തെറ്റിദ്ധാരണയും സംശയവുമാണ്, ആ ഒരു സംശയത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോഴും എന്നെ കാണുന്നത് എന്നങ്ങനെ JK പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അങ്ങനെ എനിക്കൊരു സംശയമുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും, ഞാൻ ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ JK പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ മടിച്ച് കൂട്ടാവാണല്ലേ എന്ന് ചോദിക്കുകയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട്, ഇതൊരു പബ്ലിക് സ്പേസ് അല്ലേ, സമയവും സന്ദർഭവും അനുസരിച്ച് നമുക്കൊരു പ്രൈവറ്റ് ഏരിയയിൽ വെച്ച് കാണാം, ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാ സംശയവും ഞാൻ തീർത്തു തരാം, ഇപ്പൊ എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞ് JK അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ചിന്നു അങ്ങനെ മുറ്റത്ത് ചെടികളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആരോമൽ വരുന്നത്. ആരോമലെ കാണുന്നതും ചിന്നു കാണാത്തതുപോലെ നിൽക്കുകയാണ്. ആരോമൽ എന്നിട്ട് ചിന്നുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, സോറി, നിന്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ചേച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞതാണ് എന്നങ്ങനെ ആരോമൽ പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, എന്താണ് ആരോമലെ നിന്റെ പ്രശ്നം, എന്തുണ്ടെങ്കിലും എന്നോട് പറ എന്ന് പറയുന്നുണ്ട്. ആരോമലപ്പ പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലെല്ലാം അവര് വളരെ സന്തോഷത്തിലാണ്, പക്ഷെ ഈ വീട്ടിൽ മാത്രം എന്നും അടിയും വഴക്കുമാണ്, അച്ഛനും അമ്മയും ശരിയല്ല, അതോർക്കുമ്പോൾ എനിക്ക് സങ്കടാവും, അപ്പോൾ എനിക്ക് ദേഷ്യം
ആരെങ്കിലും വരും, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് തോന്നും എന്നങ്ങനെ ആരോമൽ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആരോമലെ നീ അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ. നമ്മുടെ അച്ഛൻ ഒരു തിരക്കുള്ള വക്കീലല്ലേ, ഇന്നും കേസുകളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ടെൻഷൻ കാണും, അതുകൊണ്ടാണ് വഴക്കുണ്ടാവുന്നതെന്ന് പറയുമ്പോൾ ആരോമൽ ചോദിക്കുന്നുണ്ട്, അർച്ചന ആന്റിയും വക്കീലല്ലേ, അച്ഛനെ പോലെ തിരക്കുണ്ട്, എന്നിട്ട് നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഓൻ പറയുന്നത് ശരിയാണ്, ഇവിടെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ കാരണം പറഞ്ഞ് നമ്മൾ ഇൻഡിഫറൻ്റ് ആവാൻ പാടില്ല. നമ്മൾ വേണം മൂത്തവരെ തിരുത്തേണ്ടത്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം പഠിക്കണം, നല്ലൊരു നിലയിലെത്തണം. നേരം ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങും. ഇപ്പോൾ നീ ചെയ്യേണ്ടത് പഠിക്കുക എന്നതാണ്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ആരോമൽ ചിരിച്ചുകൊണ്ട്, ഓക്കെ ചേച്ചി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് പറയാണ്. പിന്നീട് അർച്ചന അങ്ങനെ അമ്പലത്തിൽ പോയി വരികയാണ്. ആ സമയത്ത് വഴിയിൽ വെച്ച് ഒരാളെ കാണുന്നുണ്ട്. ഒരു സ്ഥലത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് അർച്ചനയെ വഴിയിൽ വെച്ച് അയാൾ കാണുന്നത്. അർച്ചന മേഡം അല്ലേ, ഞാൻ വീട്ടിൽ പോയിരുന്നു, അപ്പോൾ അമ്പലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വഴിയിൽ വെച്ച് കാണാമെന്ന് കരുതിയാണ് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്താണ് കേസ് എന്നൊക്കെ. അങ്ങനെ അയാൾ ആ കേസിനെ കുറിച്ച് അർച്ചനയോട് പറയാണ്. വേണ്ട തെളിവുകളും അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കേസിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അർച്ചന പോവാൻ നിൽക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും മേഡത്തിന് തോന്നരുത്. മേഡത്തിന്റെ അനിയന്റെ പോലീസ് കേസൊക്കെ എന്തായി? നാട്ടിലുള്ളവർ പലതും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അമ്പാട്ട് വീട് പണ്ടെല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. സഹോദരങ്ങളെ മക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു ചേച്ചിയമ്മയുടെ വീട്. അങ്ങനത്തെ സ്നേഹവും സഹകരണമൊന്നും ഇല്ലെന്നാണ് കേട്ടറിഞ്ഞത്. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ലാട്ടോ. എനിക്ക് മനസ്സിൽ ഒന്നും പൊതിഞ്ഞു നടക്കുന്ന സ്വഭാവമില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു ചോദിച്ചത്. എന്തായാലും ശരി, ഞാൻ തന്ന രേഖകൾ വായിക്കാൻ മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഒരുപാട് സങ്കടാവുന്നുണ്ട്. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം അർച്ചന അങ്ങനെ നിന്ന നിൽപ്പിൽ ആലോചിക്കുകയാണ്. അങ്ങനെ വിജയ് ശങ്കർ ആണെങ്കിൽ ചന്ദ്രയോട് വന്ന് പറയുന്നുണ്ട്, ജെയ്ക്കെയും അർച്ചനയെയും പുറത്തു വെച്ച് കണ്ടു എന്ന്. ശേഷം വന്നിരിക്കുന്ന വിജയ് ശങ്കറിനോട് ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്, അർച്ചനയ്ക്കും ജെയ്ക്കും ഇപ്പൊ കാണാതിരിക്കാൻ വയ്യ എന്നുള്ള സ്റ്റേജായി എന്ന് തോന്നുന്നു. അർച്ചനയും ജെയ്ക്കും കൂടിയായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ട് അവളെ കയറ്റി വിട്ടിട്ട് അയാൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു കാണും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ചിന്നു ഇവിടെയല്ല, അമ്പാട്ടിലാണ് താമസിക്കേണ്ടത്. അവളുടെ സാന്നിധ്യം അർച്ചനയുടെ അടുത്താണ് വേണ്ടത്. എങ്കിൽ ചിലപ്പോൾ അർച്ചന ജെയ്ക്കയുടെ കൂടെ ഒളിച്ചോടി പോയാലോ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് വിജയ് ശങ്കർ അങ്ങനെ ഷൗട്ട് ചെയ്യാണ്, നോ, അത് നടക്കില്ല എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങളിവിടെ അലറി വിളിച്ചിട്ട് എന്താണ് കാര്യം? ഇതൊരു അമ്പലത്തിൽ വെച്ച് അവര് കല്യാണം കഴിക്കുന്നത് മധുബാല സ്വപ്നം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ എങ്ങാനും നടന്നാലോ? ചിന്നിങ്ങോട്ടേക്ക് വന്നത് അവളുടെ സ്വന്തം ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അച്ഛൻ അവളെ പറഞ്ഞയച്ചതാണെങ്കിലോ എക്കെ കാണാൻ അവൾക്ക് കുറച്ചുകൂടി സൗകര്യമാവുമല്ലോ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്രേ മതി, നീ ഇതെല്ലാം ഒന്നും മതിയാക്ക്, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട, ഈ പറഞ്ഞതൊന്നും നടക്കില്ല. അതിനു മുന്നേ ഞാൻ അവനെ ഇവിടുന്ന് നാട് കടത്തിയിരിക്കും, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ ഞാൻ അവനെ പറഞ്ഞയച്ചിരിക്കും. അങ്ങനെ അവൻ ജയിക്കണ്ട, ഞാൻ അവനെ ജയിപ്പിക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിജയ് ശങ്കർ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ചന്ദ്ര അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങേരിനെ കൊലപാതക പ്രതിയെങ്ങാനും ആവുമോ? അച്ഛൻ ഇപ്പോഴും ഇയാൾക്കൊരു വീക്ക്നെസ് ആണ്, മിക്കവാറും ഇയാളെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരുമെന്ന് ചന്ദ്ര അങ്ങനെ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ജെയ്ക്ക് ഉറക്കം എഴുന്നേൽക്കുന്നതും ടേബിളിൽ വെച്ച കോഫി കാണാണ്. അമ്മ എന്താ എനിക്ക് നേരത്തെ തന്നെ കോഫി കൊടുന്നു വെച്ചോ എന്ന് ചിന്തിച്ച് ജെയ്ക്ക് അത് എടുത്തു കുടിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ്. അതിനുശേഷം സുമിത്ര ടീച്ചറാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്ന വഴി പൂജാ റൂമിൽ നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നത് കാണുകയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ച് ഇന്നെന്താ രാവിലെ തന്നെ ജയൻ വിളക്കൊക്കെ കൊളുത്തിയോ എന്ന് അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും താഴേക്ക് ജെയ്ക്ക് കോഫിയും കുടിച്ച് വരികയാണ്. അമ്മേ, കടുപ്പത്തിരി കൂടുതലാണെങ്കിലും കോഫി കൊള്ളാമെന്ന് ജെയ്ക്ക് അങ്ങനെ സുമിത്ര ടീച്ചറോട് പറയാണ്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ കാപ്പി ഇട്ടെന്നോ? ഞാൻ കാപ്പിയൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ജെയ്ക്ക് ആകെ ഷോക്കാവുന്നുണ്ട്. ഇനി ഇതാരാ മുറിയിൽ കൊണ്ടേ വെച്ച് എന്നങ്ങനെ ജെയ്ക്ക് ചോദിക്കുകയാണ്. ടീച്ചർ അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കെല്ലാം കൊളുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മധുബാല വരുന്നുണ്ട്. മധുബാല പറയുന്നുണ്ട്, ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ഒരു തുടക്കമായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നങ്ങനെ പറയാണ്. ഒന്നും മനസ്സിലാവാതെ ജെയ്ക്കും സുമിത്ര ടീച്ചറുമാണെങ്കിൽ അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ജെയ്ക്ക് അങ്ങനെ മധുബാലയോട് ദേഷ്യപ്പെടുകയാണ്. നിന്നോട് ആരാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? എല്ലാം നിന്നോട് ആരാണ് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. മധുബാല അപ്പോൾ
പണ്ടത്തെ പോലെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ വളരെ സൗമ്യമായി സംസാരിക്കുകയാണ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ, ഇവിടെ കയറി വരാൻ ആരെങ്കിലും പറയണോ, ആരുടെങ്കിലും അനുവാദം വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, വേണം, എൻ്റെയും എൻ്റെ അമ്മയുടെയും അനുവാദമില്ലാതെ എനിക്കിവിടെ കാലുകുത്താനുള്ള അവകാശമില്ല, എന്നതുപോലെ തിരിച്ചു പോകുന്നതാണ് നല്ലത്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നെല്ലാം JK അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മധുബാല ഇവിടെ തന്നെ നിൽക്കാനായി തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണ്. താൻ ചെയ്ത തെറ്റുകളെല്ലാം മധുബാല അങ്ങനെ JKയോട് ഏറ്റുപറയാണ്. എൻ്റെ ഭാഗത്തു നിന്നും കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഇപ്പോൾ തിരുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ബന്ധത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭാഗത്തു നിന്നും വന്ന തെറ്റുകൾ ഞാൻ കറക്റ്റ് ചെയ്യാം, ഈ പഴയതൊന്നും മനസ്സിൽ വെച്ചിരിക്കരുത്, നമുക്കിനി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ് മധുബാല അങ്ങനെ JKയുടെ കൈകളിൽ പിടിക്കുകയാണ്. JKക്ക് ദേഷ്യം വന്ന് മധുബാലയുടെ കൈകൾ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് വീട് എന്ന് പറയാണ്. നിന്നെ ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് JK അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മധുബാലയാണെങ്കിൽ സുമിത്ര ടീച്ചറുടെ സിമ്പതി പിടിച്ചുപറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും JK മധുബാലയുടെ ബാഗ് എല്ലാം അകത്തു നിന്ന് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഇതും കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയാണ്. മധുബാലയുടെ ബാഗ് എടുത്ത് പുറത്തേക്ക് എറിയാൻ JK നിൽക്കുന്നതും സുമിത്ര ടീച്ചർ JKയോട് പറയുന്നുണ്ട്, നീയൊന്ന് നിർത്ത്, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഒത്തുതീർപ്പിനാണെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതല്ലേ, നിലവിളക്കും കൊളുത്തി ഇനിയിപ്പോ ഇറക്കി വിടണ്ട, ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക്, ഒന്നില്ലെങ്കിൽ നീ താലി കെട്ടിയ പെണ്ണല്ലേ ഇത്, മോളെ നീ ഈ ബാഗ് കൊണ്ടുപോയി അകത്ത് വെക്കിയെന്ന് സുമിത്ര ടീച്ചർ അങ്ങനെ പറയാണ്. മധുബാല ബാഗ് എടുത്ത് അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാം കണ്ട് ദേഷ്യം വന്ന് JK അങ്ങനെ പുറത്തേക്കും പോവുകയാണ്. മധുബാലയാണെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് പോയി തന്റെ പ്ലാൻ സക്സസ് ആയെന്ന രീതിയിൽ നോക്കി ചിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.